ഒരാളോ അല്ലെങ്കിൽ ഒരു സംഘമോ ചേർന്ന് ഒരു മോഷണം പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും പ്രധാന കഥയായിട്ടുള്ള സിനിമകളെയാണ് ഹൈസ്റ്റ് മൂവീസ് എന്ന് വിളിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ ജോൺറയിൽപ്പെട്ട ഏറ്റവും മെയിൻ സ്ട്രീമായ 5 സിനിമകളും അണ്ടർ റേറ്റഡ് ആയ 5 സിനിമകളുമാണ്. വീഡിയോയുടെ അവസാനം 5 ബോണസ് സിനിമകളുമുണ്ട്. 10ാം സ്ഥാനത്തുള്ളത് ഓഷ്യൻസ് 11. ഹൈസ്റ്റ് സിനിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സിനിമയാണ് ഓഷ്യൻസ് 11. ഓഷ്യൻസ് ഫ്രാഞ്ചൈസിയിൽ വീണ്ടും പല സിനിമകളും വന്നെങ്കിലും ഇതിന്റെ ലെവലിൽ മറ്റൊന്നും എത്തിയിട്ടില്ല. കഥയ്ക്ക് വൻ പുതുമയുണ്ടെന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഇതിലെ ഓരോ കഥാപാത്രവും കൂടി ചേരുമ്പോൾ മറ്റ് ഹൈസ്റ്റ് സിനിമകളിൽ നിന്ന് കിട്ടാത്ത ഒരു എനർജി ഈ സിനിമ നൽകുന്നുണ്ട്. പ്രധാന കാരണം കാസ്റ്റ് തന്നെയാണ്. ഓഷ്യൻ എന്ന ഗ്യാങ്സ്റ്ററായി ജോർജ് ക്ലൂണി, അദ്ദേഹം ലാസ് വേഗാസിലെ കാസിനോകൾ കൊള്ളയടിക്കാൻ കൂടെ കൂട്ടുന്ന 11 പേരിൽ ബ്രാഡ് പിറ്റ്, മാറ്റ് ഡേമൺ തുടങ്ങി വൻ താരനിര. ഇവരുടെ പെർഫോമൻസും ഇവരുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ നല്ല എന്റർടൈനിങ് ആണ്. ത്രില്ലിങ്ങിന് ഒട്ടും കുറവില്ലെങ്കിലും ഫൺ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഹൈ സിനിമ എന്ന് നിസ്സംശയം പറയാം. 1960-ൽ ഇറങ്ങിയ ഇതേ പേരിലുള്ള സിനിമയുടെ റീമേക്ക് ആണെങ്കിലും ഒറിജിനലിനേക്കാൾ മികച്ച റീമേക്ക് വന്ന ചുരുക്കം സിനിമകളിൽ ഒന്നാവും ഓഷ്യൻസ് 11. 9ാം സ്ഥാനത്തുള്ളത് ദി ഇറ്റാലിയൻ ജോബ്. ഇതും ഒരു പഴയ സിനിമയുടെ റീമേക്ക് ആണെങ്കിലും കഥയിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. ഈ സിനിമയും ഫോളോ ചെയ്യുന്നത് സ്ഥിരം ഹൈസ്റ്റ് സിനിമകളുടെ പ്ലോട്ട് തന്നെയാണ്. ചാർലിയും സംഘവും ഇറ്റലിയിൽ വെച്ച് റോബറി നടത്തുന്നു. എന്നാൽ അതിനുശേഷം നടക്കുന്ന ചില സംഭവങ്ങൾ കാരണം അവർ മറ്റൊരു മോഷണം കൂടി പ്ലാൻ ചെയ്യാൻ നിർബന്ധിതരാവുന്നു. ഈ 2 മോഷണങ്ങളാണ് സിനിമയിലെ പ്രധാന ഇൻസിഡൻസ്. കുറച്ചുകൂടി ആക്ഷനും ചേസും ഹൈ സിനിമകളിൽ കൊണ്ടുവരാൻ ഇറ്റാലിയൻ ജോബ് കാരണമായിട്ടുണ്ട്. ഹിന്ദിയിലെ പ്ലേയേഴ്സ് എന്ന സിനിമ ഈ സിനിമയുടെ കോപ്പിയാണെന്ന് പറയപ്പെടുന്നു. സാധാരണ ഹൈസ്റ്റ് സിനിമ എന്ന ഗണത്തിൽപ്പെടുന്ന മിക്ക സിനിമകളും ഓഷ്യൻസ് 11 അല്ലെങ്കിൽ ദി ഇറ്റാലിയൻ ജോബ് പോലെയുള്ള സിനിമകളുടെ പല വേർഷൻസ് ആണ്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സിനിമകൾ കുറച്ചുകൂടി വ്യത്യസ്തങ്ങളായ ഹൈ സിനിമകളാണ്. 8ാം സ്ഥാനത്തുള്ള സിനിമയാണ് ഹെൽ ഓർ ഹൈ വാട്ടർ. 2 സഹോദരങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാത്തതിനാൽ ബാങ്കുകൾ കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. ഒന്നല്ല, കുറെ ചെറിയ ബാങ്കുകൾ. എന്നാൽ ഇവരുടെ പിന്നാലെ പോലീസ് കൂടി കൂടുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സംഭവബഹുലമാവുന്നു. 2016-ലെ മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഈ സിനിമ വെസ്റ്റേൺ സിനിമകളുടെ നിരയിലെ ഒരു വേറിട്ട അനുഭവമാണ്. വൺ കാർ ചേസോ ആക്ഷനോ ഒന്നുമില്ലെങ്കിലും ഹൈസ്റ്റ് സിനിമകളിലെ ഒരു മികച്ച ചിത്രമാണിതും. എല്ലാത്തിനുമുപരി നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോറി ലൈനും എന്ന് ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു എൻഡിങ്ങും കൂടി ചേരുമ്പോൾ ഈ സിനിമ എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചെറിയ റോൾ അഭിനയിക്കുന്നവർ പോലും വളരെ റിയലിസ്റ്റിക്കായി അഭിനയിച്ചത് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു ലക്ഷണമൊത്ത റോഡ് മൂവി എന്ന് ഹെൽ ഓർ ഹൈ വാട്ടറിനെ വിളിച്ചാലും തെറ്റില്ല. ഹൈസ്റ്റ് മൂവീസ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഒരു നല്ല ആത്മാവുള്ള സിനിമ കണ്ട സംതൃപ്തി ലഭിക്കും. 7ാം സ്ഥാനത്തുള്ളത് ഡോഗ് ഡേ ആഫ്റ്റർനൂൺ. ഈ വീഡിയോ കണ്ട് ഇതിൽ പറയുന്ന മിക്ക സിനിമയും കണ്ട് നിങ്ങളും 2 കൂട്ടുകാരും ചേർന്ന് ഒരു ബാങ്ക് മോഷ്ടിക്കാൻ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? അത് ഈ സിനിമ നല്ല വ്യക്തമായി കാണിച്ചു തരും. അതുകൊണ്ടാണ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു സിനിമയെ ഉൾപ്പെടുത്തിയതും. സ്ഥിരം ക്ലീഷേ ബാങ്ക് റോബറി സ്റ്റൈലിൽ നിന്ന് മാറി കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി സിനിമ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇതൊരു യഥാർത്ഥ സംഭവമാണെന്നതും ഒരു കാരണമാവാം. അൽ പാച്ചിനോ നായകനായ സിനിമ വലിയ പ്ലാനിംഗ് ഇല്ലാതെ ബാങ്ക് കൊള്ളയടിക്കാൻ പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഈ സിനിമ അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ് തന്ന സിനിമ കൂടിയാണ്. ബാങ്കിനകത്ത് ജോലിക്കാരും പുറത്ത് നാട്ടുകാരും പോലീസും കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു പ്രഷറാണ് സിനിമയെ ഓരോ നിമിഷവും ത്രിൽ മൂഡിൽ കൊണ്ടുപോകുന്നത്. 6ാം സ്ഥാനത്തുള്ളത് ഇൻസെപ്ഷൻ. ഇതൊരു ഹൈസ്റ്റ് സിനിമയായി പലരും ഓർക്കണമെന്നില്ല. കണ്ടിട്ട് ഒന്നും മനസ്സിലാവാത്ത സിനിമയായും ഇതിനെ ഒരുപാട് പേർ കണക്കാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കാര്യങ്ങൾ സിമ്പിളാണ്. കണ്ടു കഴിയുമ്പോൾ അത്ര സിമ്പിൾ അല്ലെന്നും തോന്നും. ഈ ലിസ്റ്റിലെ മറ്റു സിനിമകളിലെ മോഷണ വസ്തു പോലെ ഒന്നല്ല ഇതിൽ ഇവർ മോഷ്ടിക്കുന്നത്. പണമോ ഡയമണ്ടോ ഒന്നുമല്ല, ഇൻഫോർമേഷനാണ്. ഒരാളുടെ മനസ്സിലുള്ള ഇൻഫോർമേഷൻ മോഷ്ടിക്കുന്നതാണ് ഇതിന്റെ പ്ലോട്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് സ്വപ്നവും. കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. ക്രിസ്റ്റഫർ നോളന്റെ ബെസ്റ്റ് വർക്കുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാവുന്ന സിനിമ. സിനിമയെ വേറെ തലത്തിൽ എത്തിക്കുന്ന വിഷ്വൽസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും, ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന സ്റ്റോറി ഐഡിയയും. ഇൻഫോർമേഷനാണ് ഈ കാലത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് ഇപ്പോൾ നാം ദിനംപ്രതി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 10 വർഷം മുമ്പ് അദ്ദേഹം മനസ്സിലാക്കി സിനിമ എടുത്തു എന്ന വസ്തുതയാണ് ഈ സിനിമ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി കുറച്ച് അണ്ടർ റേറ്റഡ് സിനിമകൾ. 5ാം സ്ഥാനത്തുള്ളത് ജാക്കി ബ്രൗൺ. ഒരു സാധാരണ ഹൈസ്റ്റ് സിനിമയുടേതായ എലമെന്റുകൾ പലതും സിനിമയിലില്ലെങ്കിലും ബേസ് പ്ലോട്ട് ഹൈസ്റ്റ് സിനിമയുടേത് പോലെ തന്നെയാണ്. ഒരു ഹെയർ ഹോസ്റ്റസിന്റെ സഹായത്തോടെ മെക്സിക്കോയിൽ നിന്നും പണം കടത്തുന്ന ഒരു ഗ്യാങ്സ്റ്ററാണ് ഓഡൽ റോബി. എന്നാൽ ഒരു തവണ പോലീസ് ഇത് പിടിക്കുന്നു. ഇതിന്റെ ഇടയിൽ പെടുന്ന ജാക്കി ബ്രൗൺ എന്ന എയർ ഹോസ്റ്റസ് പോലീസിനെ സഹായിക്കണോ അതോ ഓഡലിന് വേണ്ടി മിണ്ടാതിരിക്കണോ എന്ന സംശയത്തിലാണ്. അതേസമയം പലരും ഈ പണം തട്ടാനുള്ള പ്ലാനിങ്ങിലുമാണ്. സിമിലർ തീം വേറെ പല സിനിമകളും വീണ്ടും എക്സ്പ്ലോർ ചെയ്തെങ്കിലും ഇതൊരു മികച്ച ബെഞ്ച് മാർക്കായി നിലനിൽക്കുന്നുണ്ട്. ഒരേ ലക്ഷ്യത്തിലേക്ക് പലരും അടുക്കുന്നതും ഓരോരുത്തരും ഒരേ കാര്യത്തിന് വേണ്ടി ഓരോ പ്ലാൻ ഇടുന്നതും ഇതെല്ലാം ക്രോസ് ആവുന്നതും ഒക്കെയാണ് കഥയെ കൂടുതൽ ത്രില്ലിംഗ് ആക്കുന്നത്. സാമുവൽ എൽ ജാക്സൺ, റോബർട്ട് ഡി നീറോ, മൈക്കിൾ കീറ്റൺ തുടങ്ങി നല്ലൊരു താരനിര സിനിമയ്ക്കുണ്ട്. റിസർവോയർ ഡോഗ്സ്, പൾപ്പ് ഫിക്ഷൻ എന്നീ സിനിമകൾക്ക് ശേഷം തന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റിപ്പിടിച്ച് ക്വന്റിൻ ടാരന്റിനോ ചെയ്ത സിനിമയാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അണ്ടർ റേറ്റഡ് സിനിമകളിൽ ഒന്നുകൂടിയാണിത്. 4ാം സ്ഥാനത്തുള്ളത് ബോണി ആൻഡ് ക്ലൈഡ്. അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധരും ഡേഞ്ചറസുമായ കപ്പിളായിട്ടാണ് ബോണി ആൻഡ് ക്ലൈഡ് അറിയപ്പെടുന്നത്. കണ്ണിൽ പെടുന്നതെല്ലാം കൊള്ളയടിച്ച് ഇവർ നടത്തിയ യാത്രയുടെയും അതിൽ നടന്ന പല കൊലപാതകങ്ങളുടെയും കഥയാണ് ബോണി ആൻഡ് ക്ലൈഡ്. മോഡേൺ ഹോളിവുഡിന് തുടക്കം കുറിച്ച സിനിമകൾ ഒന്നായാണ് ബോണി ആൻഡ് ക്ലൈഡ് അറിയപ്പെടുന്നത്. സിനിമയിൽ ഗൺ ഫൈറ്റും മറ്റു വയലൻസും ഒരുപാടുണ്ടായിരുന്നു. കാറുകളോടും തോക്കുകളോടും അതിയായ ക്രേസ് ഉണ്ടായിരുന്ന ഇവർ കൊള്ള നടത്തിയിരുന്നത് വെറും ആവേശത്തിന് വേണ്ടിയായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിലും ഇവർക്കിടയിലെ പ്രണയം ഇവരെ മുന്നോട്ട് കൊണ്ടുപോയി. ഇവരുടെ കഥ അമേരിക്കയിലെ മിക്ക ആളുകൾക്കും അറിയുന്നതാണ്. യഥാർത്ഥ സംഭവമായതിനാൽ ഇതിലെ മോഷണ രംഗങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്.
സിനിമ പഴയതാണെങ്കിലും ഒരു ക്ലാസിക് എന്ന രീതിയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ബോണി ആൻഡ് ക്ലൈഡ്. മൂന്നാം സ്ഥാനത്തുള്ളത് ദ കില്ലിംഗ്. സ്റ്റാൻലി കുബ്രിക് സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ തന്നെ അധികം ആർക്കും അറിയാത്ത അണ്ടർറേറ്റഡ് വർക്കുകളൊന്നാണിത്. ജോണി ക്ലേ ഒരു റേസ് കോഴ്സ് കൊള്ളയടിക്കാൻ പ്ലാൻ ഇടുന്നു. ആ പ്ലാനിൽ ഓരോ ജോലികൾ ചെയ്യാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. മൊത്തത്തിൽ നോക്കിയാൽ ഒരു പഴുതുമില്ലാത്ത ഒരു പ്ലാൻ. എന്നാൽ ഇവരുടെ ഈ പ്ലാൻ പുറത്തു നിന്ന് ഒരാൾ കൂടി അറിയുന്നതോടെ കാര്യങ്ങൾ പ്ലാനിംഗ് പോലെ നടക്കില്ല. ഈ കൊള്ള സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാനുള്ള ജോണിയുടെയും പങ്കാളികളുടെയും ശ്രമങ്ങളാണ് തുടർന്ന സിനിമയിൽ. അന്നത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പോലെ തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ്. കൂടാതെ അത്യാവശ്യം ഡ്രാമയും കോൺഫ്ലിക്റ്റും എല്ലാം ചേർന്ന് സിനിമ വളരെ എൻഗേജിംഗ് ആണ്. ഈ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി പിന്നീട് പല സിനിമകളും വന്നു. ഈ സീൻ കാണുമ്പോൾ ദ ഡാർക്ക് നൈറ്റ് ഓർമ്മ വന്നാൽ അത് യാദൃശ്ചികമല്ല. ഷൈനിങ്, 2001 എ സ്പേസ് ഓഡിസി പോലെയുള്ള കൂബ്രിക്കിൻ്റെ സിനിമകൾക്കിടയിൽ മങ്ങിപ്പോയ ഒരു മാസ്റ്റർ പീസാണ് ഈ സിനിമ എന്ന് ഉറപ്പിച്ച് പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് പലരും കാണാൻ മടിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് ഹീറ്റ്. ഹൈസ്റ്റ് സിനിമകളിൽ ഒരു പൊതു സ്വഭാവം പോലീസുകാരെ കാഴ്ചക്കാരാക്കുന്നതാണ്. എന്നാൽ ഹീറ്റിൽ ഇതിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ രണ്ടുപേർക്കും തുല്യ റോളുണ്ട്. ഒരു മോഷണത്തിനിടയിൽ നീൽ എന്ന ക്രിമിനൽ ചില പോലീസുകാരെ കൊല്ലുന്നു. ശേഷം വിൻസെന്റ് ഹന്ന എന്ന പോലീസുകാരൻ നീലിനെ പിടിക്കാൻ അയാളുടെ പിന്നാലെ കൂടുന്നിടത്ത് കഥ കൂടുതൽ ത്രില്ലിംഗ് ആവുന്നു. ഇതിലെ മോഷണ രംഗങ്ങളെല്ലാം തന്നെ ത്രില്ലിങ്ങും അതേസമയം കഥയുടെ ഡ്രാമ നിലനിർത്തുന്നതുമാണ്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ് സിനിമ നമുക്ക് മുന്നിൽ വികസിക്കുന്നത്. ആരുടെ കൂടെ എന്ന ഡിലേമ പ്രേക്ഷകർക്ക് വിട്ടു നൽകിയിരിക്കുന്നു. അൽ പാച്ചിനോ, റോബർട്ട് ഡിനീറോ എന്നിവരുടെ മത്സരിച്ചുള്ള പ്രകടനം തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. മറ്റു സിനിമകളേക്കാൾ ഇതൊരു പടി മുന്നിൽ നിൽക്കാൻ കാരണം ഈ സിനിമ നൽകുന്ന ഫീൽ സാധാരണ ഹൈസ്റ്റ് സിനിമകളെ പോലെ ത്രിൽ മാത്രമല്ല, നല്ല ക്യാരക്ടർ ഡെപ്തുള്ള നമ്മെ പിടിച്ചിരുത്തുന്ന ഒരു വെൽ ക്രാഫ്റ്റഡ് ക്രൈം ഡ്രാമയുടെ കൂടിയാണ്. ഇനി ബോണസ് സിനിമകൾ. ലോഗൻ ലക്കി. രണ്ട് സഹോദരങ്ങൾ ഒരു റേസിംഗ് സർക്യൂട്ടിലെ ബെറ്റിംഗ് പൈസ മുഴുവൻ കൊള്ളയടിക്കാൻ പ്ലാൻ ഇടുന്നു. അതിനൊരു എക്സ്പീരിയൻസ് ഉള്ള ആളെയും കൂട്ടുന്നു. സിനിമ ഒരു കോമഡി ത്രില്ലർ മൂഡിലാണ് പോകുന്നത്. പോയിന്റ് ബ്രേക്ക്. ഒരു കൊള്ള സംഘത്തെ പിടിക്കാൻ ഒരു FBI ഏജന്റ് അവരിൽ ഒരാളായി അവരുടെ കൂടെ ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന കോൺഫ്ലിക്റ്റുകളുമാണ് കഥ. ദ ബാങ്ക് ജോബ്. പേര് പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത സംഘം ആളുകൾ ഒരു ബാങ്കിന്റെ സേഫ് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതാണ് കഥ. ദ ടൗൺ. ബെൻ അഫ്ലെക് നായകനായ സിനിമയിൽ ഒരു സംഘം നടത്തുന്ന മോഷണത്തിന് ശേഷം അവർ തടവുകാരിയായി വെച്ചൊരു പെണ്ണിനോട് കൂട്ടത്തിലെ ഒരാൾക്ക് ഒരു അടുപ്പം തോന്നുന്നു. തുടർന്നുള്ള സംഭവങ്ങളാണ് ഈ റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്തെടുത്ത സിനിമയിൽ. ദ യൂഷ്വൽ സസ്പെക്ട്സ്. ഒരു കേസിൽ സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ വിളിച്ചു കൂട്ടപ്പെടുന്ന 5 പേർ ഒരു മോഷണം പ്ലാൻ ചെയ്യുന്നതാണ് കഥ. എങ്കിലും ഈ സിനിമയെ എല്ലാവരും ഓർത്തിരിക്കുക ഏറ്റവും ബ്രില്യന്റ് ട്വിസ്റ്റുള്ള സിനിമയായിട്ടാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് 1955 ഇറങ്ങിയ ഫ്രഞ്ച് ചിത്രമായ റിഫീഫി. 1955 ഇറങ്ങിയ ഒരു സിനിമ മറ്റെല്ലാ ഹൈസ്റ്റ് സിനിമകളുടെയും മേലെ നിൽക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ഒന്നാമത്, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇത്രയും ഡാർക്ക് ടോണിൽ ഒരു സിനിമ ഫ്രഞ്ചിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഫിലിം നോയർ എന്ന ജോൺറയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നാണ് ഈ സിനിമ. ഒരു മോഷണ കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു ഗാങ്സ്റ്റർ വീണ്ടും ഒരു ജ്വല്ലറി മോഷണം പ്ലാൻ ചെയ്യുന്നതും അതിൽ ഉൾപ്പെടുന്ന 4 പേരുടെ കഥയുമാണിത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇതിലെ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മോഷണ രംഗമാണ്. അന്നത്തെ കാലത്തെ ഏറ്റവും റിയലിസ്റ്റിക്കായി എടുത്ത ഈ സീനിൽ ഒരു ഡയലോഗ് പോലുമില്ല. ഈ സിനിമയാണ് ദ കില്ലിംഗ്, ജാക്കി ബ്രൗൺ തുടങ്ങി ഒട്ടനേകം സിനിമകൾക്ക് ഇൻസ്പിറേഷനായത്. സിനിമകൾക്ക് മാത്രമല്ല, ഒരുപാട് യഥാർത്ഥ മോഷണങ്ങൾക്കും സിനിമ കാരണമായിട്ടുണ്ട്. നിർബന്ധമായും സിനിമ കാണുക, മോഷണത്തിന് ശ്രമിക്കാതിരിക്കുക.